നമുക്കൊരു ഫ്ലോർ മൊത്തം ഇടാം. ഇതൊരു ലുലുമാളൊക്കെ ഉള്ള പരിപാടിയാണ്. ഞങ്ങളെപ്പോഴും ഫോക്കസ് ഇപ്പം നമ്മളാണെങ്കിൽ മേടിക്കുമോ, അതാണ് ഞങ്ങളുടെ എപ്പോഴും ഉള്ളത്. ഒരു സാധനം, ഒരു സാരിയോ ഒരു ഷർട്ടോ ഇപ്പം എന്താണെങ്കിലും നമ്മളാണെങ്കിൽ അത് മേടിക്കും. അപ്പം ഞങ്ങൾ മേടിക്കും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഞങ്ങളത് കടയിൽ കൊണ്ടുവരിക എന്നുള്ള, അത് പ്രൈസ് വൈസ് ആണെങ്കിലോ സെലക്ഷൻ വൈസ് ആണെങ്കിലോ അങ്ങനെ. നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ചെറിയ മുറിയിലാണ്, ഒരു 200 സ്ക്വയർ ഫീറ്റ് റൂമിൽ ഒരു 1,00,000 രൂപയുടെ സാധനം വെച്ച് നമ്മൾ തുടങ്ങി. ഒരു ലാപ്ടോപ്പായിട്ട് ഇരുന്നാണ്. അപ്പം എല്ലാം വെബ്സൈറ്റിൽ ഇട്ട് കഴിഞ്ഞ് ഇപ്പോൾ ഓർഡർ വരും എന്ന് പറഞ്ഞ് 1 മാസമായി 2 മാസം ഓർഡർ വരില്ല. നമ്മൾ കൂടുതൽ പ്രോഡക്ട്സ് വെബ്സൈറ്റിൽ ആഡ് ചെയ്യുന്നത്. അങ്ങനെ ആഡ് ചെയ്ത് ഒരു ലെവൽ എത്തിയപ്പോഴത്തേക്ക് കേരള ഹാൻഡ്ലൂമിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ ഉള്ള വെബ്സൈറ്റ് ആയിട്ട് അത് മാറി. ജ്വല്ലറിയിൽ തന്നെ ടെമ്പിൾ ജ്വല്ലറി ഉണ്ട്. അതെല്ലാം ഇങ്ങനെ ഓരോ യാത്രയിൽ നിന്ന് എക്സ്പ്ലോർ ചെയ്ത് കിട്ടിയ പ്രോഡക്ട്സ് ആണ്. അതെല്ലാം ഹാൻഡ് പിക്ഡ് ആട്ടോ. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഓരോന്ന് ജ്വല്ലറി എനിക്കൊന്നും അറിഞ്ഞൂടാ. ഞാൻ എന്തെങ്കിലും എടുത്തിട്ട് അയ്യോ ഇതൊക്കെ പഴയ 10 വർഷം ജ്വല്ലറിയിൽ ഞാൻ ജ്വല്ലറി അല്ല എന്റെ തന്നെ സെലക്ഷൻ. ഇപ്പോഴത്തെ ജനറേഷന്റെ, അതായത് ഇപ്പോൾ ഇത് ലേറ്റ് മില്ലനിയൽസ് ടു ജെൻസിയുടെ ഒരു ഡ്രസ്സിങ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ കംഫർട്ട് ഓവർ ലുക്ക് എന്നുള്ള ഇതാണ്. ലുക്ക് വേണം എങ്കിലും റിലാക്സിങ് കംഫർട്ട് ഫിറ്റ് ആണ് എപ്പോഴും ഇപ്പോൾ ഇപ്പോൾ ഈ പുതിയൊരു ഷോറൂമാണ് നമ്മൾ ഈ ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇതുവരെ നമ്മൾ എടുത്തതിലുള്ള ഏറ്റവും വലിയൊരു പ്രോജക്റ്റാണ്. മൊത്തത്തിൽ 7 ഫ്ലോർസ് ഉണ്ട്. അതിൻ്റെ അകത്ത് 5 ഫ്ലോർസോളം നമുക്ക് ഷോറൂം വരുന്നുണ്ട്. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. ഇന്ന് നമ്മുടെ കൂടെ 2 അതിഥികളുണ്ട്. ഈ അതിഥികളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ അതിഥികൾ നിങ്ങൾ ഓരോരുത്തരും കണ്ടിട്ടുണ്ടാവും. അശ്വമേധത്തിലൊക്കെ നിറഞ്ഞു നിന്നിട്ടുള്ള 2 പേരാണ്. മാത്രമല്ല നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് ഒരു ബിസിനസ് ചെയ്ത് അത് സക്സസ് ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ്മാൻ്റെ കഴിവാണ്. പക്ഷെ ആ ബിസിനസ് സക്സസ് ആവുന്നതിനൊപ്പം തൻ്റെ കസ്റ്റമറേയും കൂടി ഹാപ്പി ആക്കി മുമ്പോട്ട് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമല്ല. അതേപോലെ കസ്റ്റമറെയൊക്കെ ഹാപ്പി ആക്കി വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്ന ട്രിവാൻഡ്രത്ത് ഒരു കിടിലൻ ടീമുണ്ട്. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, സൗത്ത് ലൂം. അപ്പോൾ സൗത്ത് ലൂവിൻ്റെ അമരക്കാർ 2 പേരും നമ്മുടെ മുമ്പിൽ ഇരിപ്പുണ്ട്. നമസ്കാരം, വെൽക്കം ടു അവർ ഷോ. എന്തായാലും വളരെ വളരെ സന്തോഷം. എന്തായാലും 2 പേരും ഒന്ന് കാണാൻ പറ്റുമല്ലോ. പണ്ട് ടി വിയിൽ കുറച്ച് മുമ്പ് പ്രദീപ് സാറിന്റെ മുമ്പിൽ ടി വിയിൽ കണ്ടതാണ്. ആ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലായിരുന്നു. സാറ് ഞങ്ങളുടെ കസ്റ്റമറാ. പണ്ടൊട്ടേ ഉണ്ട്. നമ്മുടെ ചെറിയ കടയായിരുന്നപ്പോ തൊട്ടേ വരുന്ന കസ്റ്റമർ ആയിരുന്നു. സാറും സാറിന്റെ ഫാമിലി ഒക്കെ കസ്റ്റമർ എന്ന് മാത്രം പറയാൻ പറ്റത്തില്ല, നമ്മുടെ ഒരു ആർഡൻ സപ്പോർട്ടറാണ് അദ്ദേഹം. എന്ന് വെച്ചാൽ നമ്മളെ ഒരുപാട് ആദ്യകാലങ്ങളിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന അല്ലേ, അപ്പൊ അങ്ങനെ നമ്മൾ ഓർത്തിരിക്കുന്ന ഒരു കൂട്ടം കസ്റ്റമേഴ്സ് ഉണ്ട്. ആ കൂട്ടത്തിലാണ് സാറും. ഇതിനിടയിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞുപോയി, പേര് പറയാൻ പറഞ്ഞുപോയി, രാജ് ബൈജു നീരു. ഓക്കെ, അപ്പൊ എന്തായാലും വളരെ വളരെ സന്തോഷം. ഇത് എപ്പോഴും നല്ല, ഇപ്പൊ നിങ്ങളുടെ പ്രസന്റേഷൻ ആണെങ്കിലും ഇപ്പൊ വേറെ വീഡിയോസ് ആണെങ്കിലും ചിരിച്ച ഫേസിലാണ് എപ്പോഴും കാണുന്നത്. അങ്ങനെ തന്നെ ആവട്ടെ എപ്പോഴും. എന്തായാലും വളരെ വളരെ സന്തോഷം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത് എപ്പോഴാണ് നമ്മള് 2017 സ്റ്റാർട്ട് ചെയ്തേ? ആ സ്റ്റാർട്ടിങ് ജേണിയെ കുറിച്ചൊന്ന് പറഞ്ഞേ. ബേസിക്കലി ബിസിനസ്സാണ് എനിക്ക് പണ്ട് തൊട്ടേ ഇഷ്ടം. അപ്പം എന്നാലും നമ്മൾ കോളേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ പലത് ഫൈറ്റല്ല. ഞാൻ ദുബായി പോയി ജോലി ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചു വന്നിട്ട് നമുക്കൊരു ചെറിയൊരു സ്റ്റാർട്ടപ്പ് ഞാൻ ട്രിവാൻഡ്രത്ത് തുടങ്ങിയായിരുന്നു. ഇതൊക്കെ 2012 ആ സമയത്തായിട്ട്. അത് ഇപ്പൊ ആ സ്റ്റാർട്ടപ്പ് പറഞ്ഞ എല്ലാവർക്കും അറിയാം. അതെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സ്വിഗ്ഗി ജീനി വലിയ പോർട്ടൽ ഉണ്ടല്ലോ, ആ സെയിം സാധനം നമ്മൾ റഷ് ടു എന്നുള്ള പേരില് 2012 ട്രിവാൻഡ്രത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് എന്റെ ഫസ്റ്റ് ബിസിനസ് വെഞ്ചർ എന്ന് പറയുന്നത്. അപ്പൊ പക്ഷെ അത് തിരുവനന്തപുരത്ത് തുടങ്ങിയോണ്ടാവാം. അപ്പൊ ഞാനെപ്പോഴും തമാശക്കല്ല, ഞാൻ വല്ല ബാംഗ്ലൂരിലും ഇത് തുടങ്ങിയിരുന്നെങ്കിൽ ഞാനിപ്പോ മറ്റേ സ്വിഗ്ഗി ആയിട്ടിരുന്നത്. അപ്പൊ തമാശക്ക് പറയുന്നത്. പക്ഷെ അങ്ങനെ പിന്നെ കുറച്ചാൾ കഴിഞ്ഞ് ആ ബിസിനസ് നമ്മൾ സെയിൽ ചെയ്തായിരുന്നു. പിന്നെ അത് ഒരു സെക്കൻഡ് ഇതിപ്പോ ഇവിടെ ട്രെൻഡ് ആയിരിക്കുന്ന സാധനം. ഇപ്പൊ അതൊക്കെ കാണുമ്പോ കൊള്ളായിരുന്നു. അത് അന്ന് ഈ ആപ്പ് ഡെവലപ്പ് ചെയ്ത് അന്ന് നമുക്ക് ആപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ സമയം 11-12 എന്നൊക്കെ പറയുന്ന സമയം വെച്ചാൽ ട്രിവാൻഡ്രത്ത് പെർട്ടിക്കുലർലി, കൊച്ചി കുറച്ചും കൂടെ പ്രോഗ്രസീവ് ആണ് ആ കാര്യത്തില്. ട്രിവാൻഡ്രത്തൊന്നും വാട്സാപ്പ് തന്നെ ഒരു ഓൾഡ് ജനറേഷൻ ഏറ്റെടുത്തിട്ടില്ല ആ സമയത്ത്. അപ്പം നമ്മള് ഇപ്പൊ ആപ്പ് എന്ന് പറയുമ്പോൾ അത് ഇച്ചിരി കുറച്ച് ഫാർ ഫെച്ച്ഡ് ആയിട്ട് അന്നേന്ന് വാട്സാപ്പ് വരെ എത്തിയിട്ടില്ല. അപ്പൊ ആ സമയമായിരുന്നു അത്. അപ്പം നമുക്ക് ആ സമയം പക്ഷെ നല്ല ട്രാക്ഷനാണ്. തിരുവനന്തപുരത്തുകാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് റഷ് ചെയ്യപ്പോഴും എപ്പോഴും സൗത്ത് ലൂമില് നമ്മുടെ കസ്റ്റമേഴ്സ് വരുമ്പോൾ ഇയാളെ എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പറയാം സാർ റഷ് അത് തന്നെ റഷ് ചെയ്യാൻ അങ്ങനെ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കുറച്ചാള് ജേർണലിസം പഠിച്ചായിരുന്നു. ട്രിവാൻഡ്രം പ്രസ് ക്ലബിലാണ് എൻ്റെ ഒരു ഡിപ്ലോമ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് റിപ്പോർട്ടറായിട്ട്.
പിന്നെ അത് കഴിഞ്ഞാണ് പിന്നെ നമുക്ക് ഇത് ബിസിനസ് ബിസിനസ്സിലേക്കാണ് തിരിച്ച് നമ്മൾ തിരിച്ച് ബിസിനസ്സിലേക്ക് വരുമ്പം എൻ്റെ ഫാദർ ഹാൻഡ്ലൂം ഫീൽഡിലാണ്, ബാലരാമപുരം കൈത്തറിയൊക്കെ ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് അങ്ങനെ നമുക്ക് ഹാൻഡ്ലൂം ഫീൽഡിലാണ്. അപ്പം ആ സമയത്ത് 2017 കാലഘട്ടമാണ്. അപ്പം അങ്ങനെ ഒരു ബ്രാൻഡായിട്ട് ഓൺലൈനിൽ കേരള ഹാൻഡ്ലൂം വിൽക്കുന്നതില്ല, ഒരു ഓർഗനൈസ്ഡ് ആയിട്ട്. അപ്പം അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ് southloom.com എന്നുള്ള വെബ്സൈറ്റ്. അങ്ങനെ 17 തൊട്ട് 20 വരെ ഞാൻ പോയി. 20 ആയപ്പോഴത്തേക്ക് രംഗപ്രവേശം നടത്തി. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഒരു ജേണി ആയിരുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മള് കൈത്തറി വസ്ത്രങ്ങൾ അതൊക്കെ ഇപ്പോൾ ട്രെൻഡാണ്. കാരണം സോഷ്യൽ മീഡിയയുടെ സപ്പോർട്ടും എല്ലാം നമ്മൾ എല്ലാം ട്രെൻഡ് ആക്കിക്കൊണ്ടിരിക്കുക. അന്ന് ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയയുടെ സപ്പോർട്ട് കുറവാണ്, കൈത്തറി ആൾക്കാർ ചൂസ് ചെയ്തത് അതും വളരെ റെയറാണ്. അപ്പൊ ഇങ്ങനൊരു ബിസിനസ് ഇത് മാത്രം ഫോക്കസ് ചെയ്ത് പോകുമ്പോൾ പല ബിസിനസ്സുകളും ബാക്കിൽ ചെയ്തു വന്നിട്ട് ഇത് ഇനി എങ്ങനെയാണ് ഞാൻ മുമ്പോട്ട്, അങ്ങനെ ഒരു ടെൻഷൻ വന്നിട്ടുണ്ടായിരുന്നു. ആർക്കായാലും വരുന്നൊരു ടെൻഷൻ അത്. അതെ, ടെൻഷന് സ്വാഭാവികമായിട്ട് നമ്മളൊരു പുതിയ ബിസിനസ് തുടങ്ങുന്നതാണ്. പിന്നെ നമുക്കൊരു കോൺഫിഡൻസ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ കൊച്ചിലെ കാണുന്നതാണ് ഈ കൈത്തറിയും ഇതിൻ്റെ സാധനങ്ങളും ഒക്കെ. അപ്പോൾ ഇപ്പോൾ മുണ്ടാണെങ്കിൽ ആരാണ് മുണ്ട് മേടിക്കുന്നത്, അങ്ങനെയൊക്കെ ഉള്ളൊരു നല്ല സാരി, എന്തൊക്കെ തരം സാരികളുണ്ട്, ഏതൊക്കെ പ്രൈസ് റേഞ്ചിൽ കൈത്തറിയുണ്ട്, മെഷീനിലും പവർലൂം എന്ന് പറയുന്ന ആ സാധനങ്ങൾ. അപ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ട് സാധനങ്ങളെ പറ്റി. എന്നാലും ഇത് ഓൺലൈൻ വഴി ആളുകൾ മേടിക്കുക എന്നുള്ളത്. അപ്പം നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ചെറിയ മുറിയിലാണ്, ഒരു 200 സ്ക്വയർ ഫീറ്റ് റൂമിൽ ഒരു 1 ലക്ഷം രൂപയുടെ സാധനം വെച്ച് നമ്മൾ തുടങ്ങി. ഒരു ലാപ്ടോപ്പായിട്ട് ഇരുന്നാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ തന്നെ ഫോട്ടോ എടുക്കുന്നു, വെബ്സൈറ്റിൽ ഇടുന്നു, അങ്ങനത്തെ പരിപാടിയായിരുന്നു. അപ്പം എല്ലാം വെബ്സൈറ്റിൽ ഇട്ട് കഴിഞ്ഞ് ഇപ്പോൾ ഓർഡർ വരും എന്ന് പറഞ്ഞ് 1 മാസമായി 2 മാസം ഓർഡർ വരില്ല. അങ്ങനെ എന്നാലും നമ്മൾ കൺസിസ്റ്റൻ്റ്ലി ഇത് നിർത്താതെ വെബ്സൈറ്റിൽ ഇങ്ങനെ പ്രോഡക്റ്റ് ഇട്ടുകൊണ്ടിരുന്നു. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഈ മാർക്കറ്റിംഗ് ഒക്കെ, ഗൂഗിൾ ആഡ്സ് ഒക്കെ എങ്ങനെ യൂസ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് സെൽഫായിട്ട് നമ്മൾ പഠിച്ചു. യൂട്യൂബ് വീഡിയോ ഒക്കെ നോക്കി ഞാൻ പഠിച്ചു. അങ്ങനെ ഒരു 3 മന്ത്സ് കഴിഞ്ഞപ്പോഴത്തേക്ക്, 2.5 മന്ത്സ് കഴിഞ്ഞപ്പം ഞാൻ ആക്ച്വലി കൊച്ചിയിലായിരുന്ന സമയം ഒരു ദിവസം ഒരു കൂട്ടുകാരൻ്റെ ഒരു ബർത്ത്ഡേ അങ്ങനെ. അടുത്ത ദിവസം രാവിലെ ഞാൻ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ഇമെയിൽ എടുത്ത് നോക്കിയപ്പോൾ ഓർഡർ നമ്പർ 1. അപ്പം നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ, ഇത്രയും നമ്മൾ പണിയെടുത്തിട്ട് അവസാനം ഒരു ഓർഡർ കിട്ടി. അതെനിക്കിപ്പോഴും പറഞ്ഞു, ബാംഗ്ലൂരേക്ക് ആയിരുന്നു അതൊരു കസ്റ്റമർ ഓർഡർ, മലയാളി കസ്റ്റമർ അല്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത് ഫസ്റ്റ് ഓർഡർ കിട്ടി. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ആവില്ല, ഓർഡർ ചെയ്യാൻ ആളുണ്ട്. പിന്നെ ഈ സമയത്ത് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, കോളേജിലൊക്കെ പഠിക്കുന്ന നമ്മുടെ കൂടെ പഠിച്ച കൂട്ടുകാരൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. പിന്നെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഫാമിലിയൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനാണ്. അപ്പോൾ എന്നാലും ഒരു ഒറിജിനൽ കസ്റ്റമറിനെ കിട്ടുമ്പോൾ നമുക്കൊരു ഓർഗാനിക് സന്തോഷമായി. അപ്പോൾ ഒരു കോൺഫിഡൻസ് ആയി. ഇന്ന് നമ്മൾ കൂടുതൽ പ്രോഡക്റ്റ്സ് വെബ്സൈറ്റിൽ ആഡ് ചെയ്യുന്നത്. അങ്ങനെ ആഡ് ചെയ്ത് ഒരു ലെവൽ എത്തിയപ്പോഴത്തേക്ക് എന്താണ് നമ്മുടെ കേരള ഹാൻഡ്ലൂമിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ ഉള്ള വെബ്സൈറ്റ് ആയിട്ട് അത് മാറി. അപ്പോൾ അതിലേക്ക് എത്തി. അപ്പോൾ നമുക്ക് റെഗുലർലി ഓർഡേഴ്സ് വരാം. 1, 10, 15 അങ്ങനെ ഒരു മാസം നമുക്ക് നല്ല വോളിയം കിട്ടാം. അങ്ങനെ കോവിഡ് ആയപ്പോൾ നമുക്കൊരു ഗുണം ഉണ്ടായി. ഇപ്പോൾ ഈ കോവിഡ് ഫസ്റ്റ് ഫേസ് വന്നപ്പോഴത്തേക്ക് സാധാരണ എല്ലാ ബിസിനസ്സുകാരും പറയും കോവിഡിനൊരു തിരിച്ചടി. നമുക്ക് കോവിഡ് അങ്ങനെ പറയാൻ പാടില്ലെങ്കിൽ പോലും ബിസിനസ് പരമായിട്ട് കോവിഡ് കൊണ്ട് നമുക്ക് ഒരു ഗുണം ഉണ്ടായെന്ന് വെച്ചാൽ ആ സമയത്ത് എല്ലാ കടകളും ക്ലോസ്ഡ് ആണ്. എന്നിട്ട് ഈ ഫസ്റ്റ് ഫേസ് കഴിഞ്ഞിട്ട് കല്യാണങ്ങൾ ചെറുതായിട്ട് അലോ ചെയ്ത് ആ സമയം ആയപ്പോഴത്തേക്ക് ഈ കടകളെല്ലാം അടിച്ചിട്ട്, പക്ഷെ കൊറിയറും ഉണ്ട് വെബ്സൈറ്റും ഉണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾക്ക് കുറെ കല്യാണ പുടവകളുടെ ഒക്കെ ഓർഡർ കിട്ടി. ഇപ്പൊ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് ബാലരാമപുരം പുടവയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ അങ്ങനെ നമുക്ക് കുറച്ച്, അപ്പൊ ഞാനും നീനും കൂടെ തന്നെ ആയിരുന്നു ഞങ്ങൾ പാക്ക് ചെയ്തിട്ട് ഈ സാധനം കൊണ്ടുപോയി പോസ്റ്റ് ഓഫീസിൽ കൊണ്ട് ഞങ്ങൾ പോലീസ് വഴി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ഞാൻ സാർ കല്യാണത്തിന് അങ്ങനെ നമുക്കൊരു ഗുണം അതെ. അപ്പൊ നമുക്കൊരു കോൺഫിഡൻസ് ആയി. അതിൽ നിന്ന് നമ്മൾക്ക് കിട്ടിയ ചെറിയ സേവിങ് വെച്ച് ഒരു കട നമ്മൾ തുടങ്ങാന്ന്. കടയും ഒരു നിമിത്തമായിരുന്നു. നീ പറ. കട എങ്ങനെയാന്ന് വെച്ചാൽ ഞങ്ങള് കല്യാണമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഓൺലൈൻ ഓർഡേഴ്സ് ഒക്കെ ആയിരുന്നല്ലോ അധിക സമയം. അത് കഴിഞ്ഞ ഒരു ദിവസം രാജിന്റെ ഫാദർ ഇതുപോലെ ആ കവടിയാർ റോഡിൽ കൂടെ പുള്ളിക്കാരി അങ്ങനെ നടക്കാറേ ഇല്ല, എന്തോ വണ്ടി എന്തോ വർക്ക്ഷോപ്പിൽ പുള്ളി ഇങ്ങനെ നടന്നു വരുമായിരുന്നു. അപ്പൊ ഈ ബിൽഡിങ്ങിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കട വാടകയ്ക്ക് കൊടുക്കാനുണ്ടെന്നുള്ള ബോർഡ് വെച്ചു. ഇതൊരു പഴയ ബിൽഡിംഗ്. അപ്പൊ ഇത് കാട് കയറി കിടക്കും, ചെറിയൊരു ബോർഡ്. പഴയ മിനിസ്റ്റർ അച്യുതാനന്ദൻ സാർ അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ ഒരു വീടായിരുന്നു, നല്ല ഭംഗിയുള്ളൊരു വീടാ. അപ്പൊ പുള്ളി ഇതുപോലെ വിളിച്ച് രാജിനോട് ചോദിച്ചു, ഇത്രയാണ് വാടക, നിനക്ക് അയ്യോ ഇത്രയും വാടകയൊക്കെ ഞാൻ എങ്ങനെ കൊടുക്കും? അത് അന്നെന്തോ എനിക്ക് തോന്നുന്നു ഇത്ര 50,000 അങ്ങനെയാണ്. അപ്പൊ അത് കൊടുക്കാനുള്ള കോൺഫിഡൻസ് പോലും നമുക്കില്ല. അയ്യോ അതെങ്ങനെ. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു
3 മാസത്തെ വാടക ഞാൻ തരാം, നിനക്ക് ഇത് നടത്താനുള്ള എന്താണ് മറ്റേ അഡ്വാൻസ് നമ്മൾ ബിൽഡിങ്ങിന് അത് ഞാൻ തരാം, നീ എനിക്കിത് തിരിച്ചു തന്നാൽ മതി എഴുതാം. അപ്പൊ തന്നെ അയ്യോ എന്നെ കൊണ്ട് പറ്റും, എന്നാ പിന്നെ നീനും ഞാൻ എന്നാ പിന്നെ ഒന്ന് ഫൈറ്റ് നോക്കാം എന്ന് പറഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ നമുക്ക് വലിയ ബഡ്ജറ്റ് ഒന്നും ഇല്ല ഇന്റീരിയർ ഡിസൈന്. അപ്പൊ പെയിന്റ് അടി തൊട്ട് മൊത്തം ഞങ്ങൾ ആളെ നിർത്തി അങ്ങനെ നമ്മളൊരു DIY പ്രോജക്റ്റ് ആണ് സൗത്തിലും. അങ്ങനെ ഒരു 2 മുറി വെച്ച് സ്റ്റാർട്ട് ചെയ്തതാണ് 2020 ഡിസംബറില്. ഓ അടിപൊളി. എന്തായാലും ഭയങ്കര ഒബ്സർവേഷൻ ആണല്ലേ ഇത്. നല്ല ഐഡിയാസ്. എനിക്ക് കുറച്ച് ഐഡിയ പറഞ്ഞു തന്നിട്ട് പോകണം ഫ്യൂച്ചറിലേക്ക് എന്താ ചെയ്യാൻ പറ്റും. അതൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ ലവ് മാരേജ് ആണോ? അല്ല, പേരും ചോദിക്കില്ല ലവ് മാരേജ് ആണോ. പക്ഷേ എന്താ ഞങ്ങള് കണക്ട് ആയി അല്ലേ. ഞാനൊരു പെണ്ണെ കിട്ടിട്ടുള്ളൂ, മറ്റേ മാട്രിമോണി കയറി കഴിഞ്ഞിട്ട് ഒറ്റ പെണ്ണാണ് ഞാൻ. കഴിഞ്ഞിട്ട് അവസാനം കല്യാണം ഇത് സംസാരിച്ചിരുന്നിട്ട് അവര് എൻ്റെ കസിൻ സിസ്റ്റർ വന്നിട്ട് പോണ്ടേ വീട്ടിൽ പോണ്ടേ എന്ന് പറഞ്ഞ് ചോദിക്കേണ്ട അവസ്ഥ. ഇറങ്ങി പറഞ്ഞ ഞാൻ സെറ്റ് ഇനി ഞാൻ വേണ്ട. അത് ഞങ്ങൾ 1.5 മാസത്തെ കല്യാണം. അത് നമുക്ക് മനസ്സിലാക്കിയിട്ട് കുറെ മാസങ്ങൾ കഴിഞ്ഞ് പിന്നെ അത് കുറഞ്ഞു 1.5 മാസം. അല്ല, എല്ലാത്തിനെയും കുറിച്ച് പ്ലാൻ ചെയ്ത് മുമ്പോട്ട് പോകുന്ന ഒരാളാണ്. ആ ഫസ്റ്റ് സംസാരിച്ചപ്പോ എന്തൊക്കെ പ്ലാനുകളാണ് പറഞ്ഞത്? ഫ്യൂച്ചറിലേക്കുള്ള എല്ലാ കാര്യമൊക്കെ പറഞ്ഞു? ഒന്നും അങ്ങനെ ഫ്യൂച്ചറിലെ കാര്യങ്ങളൊന്നും ഇൻട്രസ്റ്റ് ആയിരുന്നു ബേസിക്കലി. അപ്പം നമ്മൾ സംസാരിക്കാൻ പറയല്ലോ യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്. പിന്നെ പുള്ളിക്കാരിയും ഇച്ചിരി ഒരു തഗ് ലൈഫായിട്ട് എനിക്ക് തോന്നി കേട്ടോ. മറ്റേ ഇതിനു മുമ്പേ ജോലി ചെയ്യുന്ന ബാങ്കിൽ നിന്ന് എന്തോ പറഞ്ഞ എനിക്ക് വേണ്ട രാജിക്കത്തൊക്കെ വലിച്ചെറിഞ്ഞിട്ട് വന്ന ടീമാണ്. നീനുന്റെ ഞാൻ കൊച്ചിയിലുണ്ടായിരുന്നു ഒരു 5 വർഷം. ഞാൻ എമിറ്റിയിലാ MBA ചെയ്തത്. അത് കഴിഞ്ഞ് ഇവിടെ HDFC-യിൽ കുറച്ച് നാൾ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാ കോവിഡായി, പിന്നെ നാട്ടിൽ പോകേണ്ടി വന്നു കോവിഡ് സമയത്ത്. അപ്പോഴാ വീട്ടുകാർ കല്യാണം കഴിക്കണ്ടേന്ന് ചോദിക്കാൻ തുടങ്ങിയത്. അങ്ങനെ പിന്നെ മാട്രിമോണി രജിസ്റ്റർ ചെയ്തു. പിന്നെ ഇതുപോലെ രാജു വന്നു, കണ്ടു, കല്യാണം പെട്ടെന്ന് ഷടപടെ. അടിപൊളി. ഇപ്പൊ നമ്മളൊരു ഐഡിയയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാളും കൂടി വരുമ്പോൾ ബിസിനസ് പെട്ടെന്ന് ഒന്ന് ഡെവലപ്പ് ആവുന്നു. അപ്പൊ എന്ത് ഐഡിയ ആണ് ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തത്? സത്യം പറഞ്ഞാൽ ഞാൻ 2020 വരെ നമുക്ക് ഇതായിരുന്നല്ലോ, ഹാൻഡ്ലൂം ആയിരുന്നു ഫോക്കസ്. അപ്പം കട തുടങ്ങി ഹാൻഡ്ലൂം സാധനങ്ങളായിരുന്നു. പിന്നെ കുറച്ച് ഹാൻഡിക്രാഫ്റ്റ്സ് ഒക്കെ നമ്മൾ വെച്ചായിരുന്നു. പിന്നെ കുറച്ച് മറ്റേ ഹാൻഡ്ലൂം അല്ലാത്ത കളർ സാരി, അതൊരു ചെറിയ ഷെൽഫില്ല. നീനും എന്ന് പറഞ്ഞ് ഈ കൈത്തറി മുണ്ടും മാത്രമായിട്ടിരുന്ന് ഇത് എവിടെ എത്തില്ല, ചുരിദാർ വരട്ടെ എങ്കിലും കസ്റ്റമർ ഇപ്പൊ ഡെയിലി വെയർ, ഓഫീസ് വെയർ അങ്ങനത്തെ സാധനങ്ങൾ കൊണ്ടുവന്നാലേ ഇതിനൊരു. അപ്പം അതെല്ലാം പുള്ളിക്കാരിയുടെ ഐഡിയ. അപ്പൊ ഞാൻ ഇടി ചുരിദാർ ധൈര്യമായിട്ടിട്. അങ്ങനെ ഞാനും പുള്ളിക്കാരിയും കൂടെ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് നമ്മൾ നോർത്തിൽ പോയി കുറച്ച് നമ്മുടെ കൈ കൊണ്ടുവരാൻ പറ്റുന്ന കുറച്ച് 10 സെറ്റ് ചുരിദാർ കൊണ്ടുവന്നു. നോർത്തില് ഇത് തെരഞ്ഞു പോയി. നമ്മൾ ആക്ച്വലി എവിടെ നമ്മള് എന്താ ഇത് ഇവിടെ ഹിമാചലിൽ ടൂറ് പോയി. ടൂറ് പോകുന്ന വഴിക്ക് തിരിച്ചെന്ന് ഡൽഹിയിൽ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് നീನು തന്നെ വാ നമുക്ക് പോയി ചുരിദാർ കാണിച്ചില്ല. എന്നിട്ട് ഞങ്ങളൊരു ഇത് സപ്ലയറിനെ കണ്ടുപിടിച്ച് അവിടെ പോയി. അവിടുന്ന് കുറച്ച് എനിക്ക് വന്ന് 70,000 രൂപയുടെ എന്തോ 50,000 50,000 to 60,000 അത്രയും രൂപയുടെ സാധനം നമ്മൾ കൊണ്ടുവന്ന്. ഇത് വെക്കാൻ സ്ഥലമില്ല, ഷെൽഫില്ല. അപ്പം ഞങ്ങൾ അവിടെ ഒരു ഡിസ്പ്ലേ ടേബിളിൽ തന്നെ നിരത്തി വെച്ചു. ഈ നിരത്തി വെച്ച് അടുത്ത കസ്റ്റമർ അയ്യോ ഇത് കൊള്ളാം, ഇതെനിക്ക് വേണം, ഇതെനിക്ക്. ഒരു 3-4 ദിവസത്തിൽ ആ ചുരിദാർ ഫുൾ തീർന്നു. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ചുരിദാർ നല്ലായിരുന്നു. ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിക്കുന്നുണ്ടായിരുന്നു ഇതേപോലെ ചുരിദാർ കൊണ്ടുവരാൻ പാടില്ല, അങ്ങനെ കൊണ്ടുവന്നത്. ഒരുപാട് കസ്റ്റമർ സജഷൻസ് ആണ് കേട്ടോ. നമ്മുടെ കൂടെ നിൽക്കുക അന്നത്തെ കുറേ കസ്റ്റമേഴ്സ് ഉണ്ട്. ആദ്യ കാലങ്ങളിൽ നമ്മൾ ചെറിയ കടയായിരുന്നപ്പോൾ പോലും അവരുടെ കല്യാണങ്ങൾക്ക് ഇപ്പം അവർക്ക് ഒരുപാട് വലിയ തുണിക്കടകളിൽ പോകാൻ സാധനം എടുക്കാം. പക്ഷെ എന്നാലും നമ്മുടെ അടുത്ത് എന്തോ ഇപ്പം അവർ ഇത്രയും വലിയ കല്യാണപ്പടവ് പോലെ വലിയ ഓസ്പിഷ്യസ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഒക്കെ നമ്മളെ ഏൽപ്പിച്ച കുറേ കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പം അവരുടെ സജഷൻസും ഒക്കെ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അപ്പം ഇവരെയൊക്കെ നമ്മൾ ഇപ്പോഴും ഓർക്കുന്നല്ല, അവരൊക്കെ ഇപ്പോഴും നല്ല ബന്ധം. അവരെല്ലാവരും കാരണം അവർക്കൊരു വിശ്വാസമുണ്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് കിട്ടും, നല്ല ക്വാളിറ്റികൾ. ഇപ്പോൾ നമ്മുടെ ഓരോ പ്രൊഡക്റ്റും നിങ്ങൾ തന്നെയാണ് യാത്ര ചെയ്ത് പല പല സംസ്ഥാനങ്ങളിൽ പോയിട്ട് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ അറിയാം ഇന്ന സ്ഥലങ്ങളിലൊക്കെ ഇതുണ്ടെന്ന് എങ്ങനെ മനസ്സിലാവും? കറക്റ്റ് ആളുകളിലേക്ക് നിങ്ങൾ എത്തണ്ടേ? ഒരു ഗാമ്പിളാണ് സാർ. കൈത്തറി നമുക്ക് നെയ്ത്തുണ്ട്, നമുക്ക് അതിനെപ്പറ്റി ഒരു ഗ്രാഹ്യമുണ്ട്. പക്ഷേ ബാക്കി സാധനങ്ങളൊക്കെ നമ്മൾ നല്ല പേഷ്യൻസ് വേണം. ഇപ്പൊ 2 രീതിയിൽ നമുക്ക് എടുക്കാം. ഒരു ഹോൾസെയിലറിൻ്റെ അടുത്ത് പോയാൽ നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് കിട്ടുന്ന ഒരു ഇതുണ്ട്. അല്ലെങ്കിൽ അപ്പം പക്ഷേ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ റേറ്റ്
ഇപ്പം നമുക്കിപ്പം 1000 രൂപയ്ക്ക് കിട്ടേണ്ട ഒരു സാധനം നമ്മൾ ഹോൾസെയിൽ ഉണ്ടെങ്കിൽ ചിലപ്പോൾ 1300 ആവും. പക്ഷെ നമ്മൾ നേരെ നെയ്ത്തുകാരുടെ അടുത്ത് പോയാൽ ചിലപ്പോൾ നമുക്ക് 900 രൂപയ്ക്ക് കിട്ടും. അപ്പം അത്രയും ഒരു റേറ്റ്. അപ്പം നമുക്ക് എത്രയും കുറഞ്ഞ റേറ്റിൽ സാധനം കിട്ടുന്നോ അത് ആ റേറ്റ് ഇട്ട് നമുക്ക് കസ്റ്റമറിനും കൊടുക്കാം. അപ്പോൾ കസ്റ്റമറിനും സ്വാഭാവികമായിട്ടും വില കുറഞ്ഞിരിക്കുന്നല്ലോ എന്ന് തോന്നും. അപ്പം ഇത് തപ്പി പോകുന്നത് വരും. അപ്പം ഞങ്ങൾ എൻജോയ് ചെയ്യുന്നൊരു പ്രോസസ്സാണ് സത്യം പറഞ്ഞാൽ. അപ്പം നമുക്കിത് രണ്ടും നടക്കുമല്ലോ. അപ്പം ഞങ്ങളെ കൂട്ടുകാരൊക്കെ കളിയാക്കും, എവിടെ പോയാലും എന്തെങ്കിലും തപ്പിപ്പിടിച്ചോണ്ട്. ഇപ്പൊ ടൂറ് പോയാലും നമ്മൾ ആ സൈഡിൽ നിന്ന് അതിന്റെ മറ്റേ ഫ്ലൈറ്റ് ടിക്കറ്റെങ്കിലും മുതലാക്കാനുള്ള സാധനം നമ്മൾ തപ്പിപ്പിടിച്ചോണ്ട് വരും. അങ്ങനെ പറ. എന്നിട്ട് ജ്വല്ലറി ഒക്കെ തുടങ്ങി. അങ്ങനെ ആദ്യം പിന്നെ ഞങ്ങൾ സൽവാർ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജയ്പൂർ പ്രിന്റഡ് ഷർട്ട്സ്, അത് നമ്മുടെ ഭയങ്കര അടിപൊളി പ്രോഡക്റ്റ്, നല്ല സെയിലുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. 699 റുപ്പീസേ ഉള്ളൂ. പക്ഷെ നല്ല ലുക്ക്. സാറ് കണ്ടിട്ടുണ്ടോ പ്രിന്റഡ് ഷർട്ട്സ്? നമ്മുടെ ജയ്പൂർ കോട്ടൺ ഷർട്ട് അത് വന്നു. പിന്നെ ഇങ്ങനെ പ്രോഡക്ട്സ് ഞങ്ങൾ ഇങ്ങനെ കൂട്ടിക്കൊണ്ട് വരുമായിരുന്നു. സാരി, പട്ടുസാരി അപ്പോൾ ഇല്ല. അപ്പം നമ്മുടെ കയ്യിൽ വളരെ ലിമിറ്റഡ് കളക്ഷനെ പട്ടുസാരിയിൽ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്നും പക്ഷേ ഈ പറഞ്ഞ പോലെ കസ്റ്റമർ എടുക്കാൻ തുടങ്ങി. നമ്മൾ ചെന്ന് ചൂസ് ചെയ്യുന്ന കുറച്ച് പ്രോഡക്ട്സ് ആയതുകൊണ്ട് അതിൽ നിന്ന് വെറൈറ്റി ആയിരിക്കും. അങ്ങനെ പിന്നെ സൽവാറായി, കുർത്തിയായി, റെഡിമെയ്ഡ് ബ്ലൗസ് ആയി. അപ്പൊ നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലെ സ്ഥലമൊക്കെ കഴിഞ്ഞു. ബാഗായി, കുറച്ച് ജ്വല്ലറി, ഒരു ചെറിയൊരു ഷെൽഫിൽ ഇച്ചിരിയും ജ്വല്ലറി ആയി. അപ്പൊ അതിൽ നിന്നൊക്കെ ഇങ്ങനെ എടുക്കാൻ തുടങ്ങി. പിന്നെ നമുക്ക് സ്ഥലം തികയാതാവാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ ആ ബിൽഡിങ്ങിന്റെ ഫസ്റ്റ് ഫ്ലോർ ഞങ്ങൾക്ക് കിട്ടി. ഫസ്റ്റ് ഫ്ലോർ ഭാഗ്യത്തിൽ എന്തോ കിട്ടി. അപ്പൊ പിന്നെ ഫസ്റ്റ് ഫ്ലോറിന്റെ എക്സ്പാൻഷൻ ആയി. അപ്പൊ നമ്മൾ പ്രിന്റഡ് ഷർട്ട് കുറച്ചും കൂടെ കളക്ഷൻ വലുതാക്കാൻ തുടങ്ങി. പിന്നെ ലേഡീസിന്റെ ധാവണി, സ്കേർട്ട് ആൻഡ് ബ്ലൗസ്, കുട്ടികളുടെ ഒരു സെക്ഷൻ തുടങ്ങി. അതിന്റെ കൂടെ ഞങ്ങള് കുറച്ച് ബ്ലോക്ക് പ്രിന്റഡ് ബെഡ്ഷീറ്റ്സ്. അതാ ഇത് ഞാൻ പറഞ്ഞല്ലേ, എവിടെയെങ്കിലും പോകുമ്പോ നമ്മൾ തപ്പി എടുത്തിട്ടുണ്ട്, ഇവിടെ ബെഡ്ഷീറ്റ് ഉണ്ട്, ഇതുകൊണ്ട് വെക്കാം. അങ്ങനെ നമ്മള് അങ്ങനെ ഫസ്റ്റ് ഫ്ലോറിൽ അങ്ങനെ നമ്മൾ പിന്നെയും നമ്മൾ സൽവാറിന്റെ കളക്ഷൻ കൂട്ടി. ജെന്റ്സിന്റെ ഈ വെഡിങ് കുർത്താസ് ഉണ്ടല്ലോ, അത്. എന്നിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കല്യാണ പുടവയുണ്ട്. ഈ ചില വെഡിങ്സിൽ നമ്മൾ കേരളയുടെ സെറ്റ് മുണ്ട് കൊടുക്കുമല്ലോ, കല്യാണ പുടവ കൊടുക്കുന്നു എന്നാണ്. അപ്പോൾ ഒരുപാട് ക്രിസ്ത്യൻ വെഡിങ്സിനാണെങ്കിൽ പോലും അവര് ഒരു ഫംഗ്ഷന് ഈ നമ്മുടെ മധുരം വെപ്പിനൊക്കെ കേരള സാധനം കൊടുക്കും. അപ്പൊ ഈ കസ്റ്റമേഴ്സ് എല്ലാം അവരുടെ സെക്കൻഡ് സാരി ഉണ്ടല്ലോ, മറ്റേ പട്ട് സാരി, നിങ്ങൾ അതും കൂടെ കൊണ്ടുപോകും. അപ്പൊ അല്ലെങ്കിൽ ഞങ്ങൾ പുടവ എടുക്കുക, കേരള ഹാൻഡ്ലൂം എടുക്കുക, ഇവിടെ വരണം, ഇത് കഴിഞ്ഞിട്ട് വേറെ. അങ്ങനെ കസ്റ്റമേഴ്സിൻ്റെ ഒരു കുറേ ഫീഡ്ബാക്ക് കിട്ടി, നിങ്ങൾ പട്ടുസാരിയും കൂടെ കൊണ്ടോ, വെഡ്ഡിങ് സാരിയും കൂടെ. അങ്ങനെ ഒരു കോൺഫിഡൻസ് കിട്ടി നമ്മൾ ഒരു ഫ്ലോറും കൂടെ ഇതിനെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അത് നമ്മൾ ഇതിൻ്റെ മുകളിൽ പിന്നെയും കൺസ്ട്രക്ട് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ അത് തുടങ്ങിയപ്പോഴത്തേക്ക് കുറച്ച് പട്ടുസാരി നമ്മൾ കുറേ ട്രാവൽ ചെയ്ത് കാഞ്ചീപുരം, ബനാറസ്, അങ്ങനെ നമ്മുടെ പട്ടുസാരി പിവറ്റൽ സ്ഥലങ്ങളിലെല്ലാം പോയി ഇത് ഇവിടുന്ന് കുറേ സ്റ്റോക്ക് കൊണ്ടെന്ന് വെച്ചാൽ. അപ്പോൾ ഉള്ള പ്രശ്നം എന്താ, സ്റ്റെപ്പ് കയറാൻ വയ്യ, ഇതൊരു പഴയ വീടല്ലേ, അപ്പോൾ ഇവിടെ ലിഫ്റ്റ് ഇല്ല. അപ്പൊ ഇവർക്ക് ഈ കസ്റ്റമേഴ്സ് മുകളിലോട്ട് കയറുന്നില്ല. പിന്നെ ഞങ്ങളുടെ ബിൽഡിംഗ് ഓണർ സാറിന്റെ കാര്യം ഇതിലൊന്നും പറയാതിരിക്കാൻ വയ്യ. സാർ അടിപൊളിയാണ്. സാർ ഒരു ഇച്ചിരി പ്രായമുള്ളൊരു സീനിയർ സിറ്റിസൺ ആണ്. പക്ഷെ ഞങ്ങളൊരു പുള്ളി ഒരു യങ് മൈൻഡാണ്. അപ്പൊ പുള്ളി ബിസിനസ്സിൽ ഞങ്ങളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട്. നമ്മൾ എന്ത് പുതിയ ഐഡിയാസ് ഉണ്ട്. സാധാരണ നമ്മളിപ്പോ ഒരു ബിൽഡിംഗ് വാടകയ്ക്ക് എടുക്കുമ്പം ഇത് ചെയ്യാൻ പാടില്ല, ഇത് മാറ്റാം. ഈ സാർ നിങ്ങൾ ഇഷ്ടമുള്ള ചെയ്തോ, നിങ്ങളുടെ ബിസിനസ്സിന് എന്ത് വേണോ അത് ചെയ്തോ. അപ്പൊ അങ്ങനെ ആ സാറ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു. നമുക്കൊരു ലിഫ്റ്റ് ഒക്കെ വെക്കാൻ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ലിഫ്റ്റ് വന്നു നമ്മുടെ കടയിൽ. അങ്ങനെ 2 മുറി കടയിൽ നിന്ന് നമ്മളെ ലിഫ്റ്റുള്ള കടയിലേക്ക്. അയ്യോ, ആ സാറിന്റെ പേരെന്ന് പറഞ്ഞേക്ക്, പേരെന്തായിരുന്നു? സാറിന്റെ രാമചന്ദ്രൻ നായർ, NRC നായർ എന്നാണ് സാറിന്റെ പേര്. ഫാമിലി മായ എന്നാണ് മാഡത്തിന്റെ പേര്. പിന്നെ അവർക്ക് ഫുൾ ഫാമിലി നമ്മുടെ ഫാമിലി പോലെയാണ്. അടിപൊളി അടിപൊളി. എന്തായാലും രാമചന്ദ്രൻ സാർ ഒരുപാട് താങ്ക്സ്. ഇതുപോലെ ആവണം ഒരു ബിൽഡിംഗ് ഓണർ. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞ നമ്മുടെ ഈ ആഭരണങ്ങളുടെ നമ്മൾ ഈ കിട്ടുന്ന ഈ ആഭരണങ്ങൾ അതിൽ തന്നെ ഒരുപാട് വ്യത്യസ്തമായതുണ്ട്. നമ്മുടെ അവിടുത്തെ കളക്ഷൻ വളരെ കുറച്ചാണെങ്കിലും അതിനെല്ലാത്തിനും ഓരോ പ്രത്യേകതയുണ്ട്. നമുക്ക് എനിക്ക് തോന്നുന്നു അന്വേഷിച്ചാൽ അധികം കിട്ടില്ല ആ ടൈപ്പ്. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് നിങ്ങളിലേക്ക് എത്തുന്നത്? ആരെങ്കിലും ഇനിയിപ്പോ ഇങ്ങോട്ട് വിളിച്ച് പറയണ്ടോ, ഞങ്ങളിൽ ആർക്കും കൊടുക്കാത്ത സാധനം എങ്ങനെ കിട്ടുന്നത്? ഈ യാത്രകളിൽ കൂടെ തന്നെയാണ്. ഞങ്ങൾ ഒരുപാട് മാർക്കറ്റ് ഒക്കെ ഇതുപോലെ എക്സ്പ്ലോർ ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലെ പുതിയ ഓരോ പ്രോഡക്ട്സ്. ഇപ്പൊ തന്നെ ഞങ്ങളുടെ ജ്വല്ലറിയിൽ തന്നെ ടെമ്പിൾ ജ്വല്ലറി ഉണ്ട്, കുന്തൻ ഉണ്ട്, പിന്നെ കൊറിയൻ സ്റ്റൈൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് സാധനമാണ്. മിനിമൽ സാധനങ്ങളുണ്ടല്ലോ, കുട്ടികളൊക്കെ ഇടുന്ന മറ്റേ
ചെറിയ സ്റ്റെയിൻലെസ് സ്റ്റീൽ അങ്ങനത്തെ ഒക്കെ പ്രോഡക്ട്സ് ഉണ്ട്. അതെല്ലാം ഇങ്ങനെ ഓരോ യാത്രയിൽ നിന്ന് എക്സ്പ്ലോർ ചെയ്ത് കിട്ടിയ പ്രോഡക്ട്സ് ആണ്. അതെല്ലാം ഹാൻഡ് പിക്ഡ് ആട്ടോ. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഓരോന്ന് ജ്വല്ലറി എനിക്കൊന്നും അറിഞ്ഞൂടാ. ഞാൻ എന്തെങ്കിലും എടുത്തിട്ട് അയ്യോ ഇതൊക്കെ പഠിച്ച 10 വർഷം ജ്വല്ലറിയിൽ ഞാൻ ജ്വല്ലറി എല്ലാം എന്റെ തന്നെ സെലക്ഷൻ ആട്ടോ. അപ്പോൾ അത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് അങ്ങനത്തെ ജ്വല്ലറി. അതും എല്ലാം ബഡ്ജറ്റ് റേഞ്ചിലാണ്, ഭയങ്കര എക്സ്പെൻസീവ് ജ്വല്ലറി ഒന്നും അല്ല. എല്ലാവർക്കും അഫോർഡബിൾ റേറ്റിലാണ്. നമ്മുടെ സ്ഥാപനത്തിനെ കുറിച്ച് പുറത്തുള്ളൊരു കേട്ടുകേൾവിയാണ്, അവർക്ക് വേണമെങ്കിൽ 1000 രൂപയ്ക്ക് വിൽക്കാം, പക്ഷെ അവർ 690 രൂപയ്ക്ക് വിൽക്കുള്ളൂ. അതുകൊണ്ട് നല്ല ക്വാളിറ്റികളാണ്. അതൊക്കെ എന്താണ്, നിങ്ങളെന്താ അങ്ങനെ ഒരു സ്റ്റെപ്പ് വെക്കാഞ്ഞത്? ഇല്ല, അഫോർഡബിലിറ്റി ഒരു ഫാക്ടറാണ്. അപ്പം ഇപ്പം ആദ്യം നമ്മളൊരു ഏത് ബിസിനസ് തുടങ്ങിയാലും നമ്മൾ ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മളൊരു ഫോക്കസ്ഡ് ആയിരിക്കണം. ഇപ്പം ഇപ്പം ഫോറിൻ തുണികളാണെങ്കിൽ ഇപ്പം ലൂയി വിട്ടോൺ ഉണ്ട്, ഗൂച്ചി ഉണ്ട്. അപ്പം ഇപ്പം ഞാൻ ഒരിക്കലും അത് മേടിക്കുന്ന കസ്റ്റമർ, എനിക്കത് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആളാണ്. അപ്പോൾ പക്ഷെ അതിനൊരു കസ്റ്റമർ ബേസ് ഉണ്ട്. അപ്പോൾ അതുപോലെയാണ് നമ്മുടെ നാട്ടിലെ ബിസിനസ്സുകൾ. അപ്പോൾ ആരാണ് നമ്മുടെ കസ്റ്റമേഴ്സ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ആ കസ്റ്റമേഴ്സിന് പറ്റുന്നത് പോലുള്ള പ്രോഡക്റ്റ്സ് വേണം നമ്മൾ കൊണ്ടുവരാനും. ആ കസ്റ്റമേഴ്സിന് പറ്റുന്ന പോലത്തെ പ്രൈസിങ്ങും ആയിരിക്കണം. മനസ്സിലായി? ഇപ്പം ഞങ്ങളെപ്പോഴും ഫോക്കസ്, ഇപ്പം നമ്മളാണെങ്കിൽ മേടിക്കുമോ, അതാണ് ഞങ്ങളുടെ എപ്പോഴും ഉള്ളത്. ഒരു സാധനം, ഒരു സാരിയോ ഒരു ഷർട്ടോ ഇപ്പം എന്താണെങ്കിലും നമ്മളാണെങ്കിൽ അത് മേടിക്കും. അപ്പം ഞങ്ങൾ മേടിക്കും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഞങ്ങളത് കടയിൽ കൊണ്ടുവരാന്നുള്ള, അത് പ്രൈസ് വൈസ് ആണെങ്കിലോ സെലക്ഷൻ വൈസ് ആണെങ്കിലോ അങ്ങനെ. ഇതാണ് പൾസ് അറിഞ്ഞ് ബിസിനസ് ചെയ്യാൻ പറയുന്നത്. ഇത് ഇപ്പോൾ ജെൻസിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ വന്നേക്കുന്ന ഡ്രസ്സുകൾ, എനിക്ക് ഈ ഷർട്ട് ഭയങ്കര പക്ഷേ വന്നപ്പോൾ തന്നെ ചോദിച്ചാണ്. ഇതൊക്കെ ഇതേപോലത്തെ ഇമ്പോർട്ടഡ് ഡ്രസ്സുകളെല്ലാം ഇപ്പം നമുക്ക് അവിടെ അവൈലബിൾ ആണല്ലേ? അതിനെക്കുറിച്ചൊന്ന് പറയൂ, നമ്മുടെ കേൾക്കുന്നവരൊക്കെ. ഇപ്പം അതെന്താണെന്ന് വെച്ചാൽ ഇപ്പം ഫാഷൻ എന്ന് പറയുമ്പോൾ ഇപ്പം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പണ്ട് ഈ ബൂട്ട് ലെഗ്, ഇപ്പം എനിക്ക് തോന്നുന്നു ഞാനൊരു 8ാം ക്ലാസ്സിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സ്കൂളിൽ ഈ ബെൽ ബോട്ടം എന്നല്ലേ നമ്മൾ ബൂട്ട് ലെഗ് വൈഡ് ലെഗ് സാധനങ്ങൾ ഉണ്ടല്ലോ. അപ്പോൾ അതൊരു ഇതായിരുന്നു. പിന്നെ അതങ്ങ് പോയി. പിന്നെല്ലാം മറ്റേ പെർഫെക്റ്റ് ഫിറ്റിംഗ് അങ്ങനത്തെ, പക്ഷെ നാരോ വന്നു. അപ്പം അതിനും മുന്നേ ഇപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ ഫാദറിൻ്റെ ഒക്കെ സമയത്തൊക്കെ 70s 80s ഈ ബെൽ ബോട്ടം ഉണ്ട്, മനസ്സിലായി? അപ്പം തിരിച്ച് ഈ വൈഡ് ലെഗ് സാധനങ്ങൾ തിരിച്ച് വന്നു, മനസ്സിലായി? അപ്പം ഇതൊരു സൈക്കിളാണ്. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷൻ്റെ, അതായത് ഇപ്പോഴത്തെ ലേറ്റ് മില്ലനിയൽസ് ടു ജെൻസിയുടെ ഒരു ഡ്രസ്സിങ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ കംഫർട്ട് ഓവർ ലുക്ക് എന്നുള്ള ഇതാണ്. ലുക്ക് വേണം എങ്കിലും റിലാക്സിങ് കംഫർട്ട് ഫിറ്റ് ആണ് എപ്പോഴും ഇപ്പം ജെൻസി. ഇപ്പം നമ്മുടെ ജനറേഷൻ ഇപ്പോൾ ഒരു മില്ലനിയൽസ്, ഒരു 90s കിഡ്സ് നമ്മൾ വിളിക്കുന്നത്, അവരിടുന്നത് വെച്ചാൽ കുറച്ച്, അപ്പം നമ്മൾ എന്താണോ നമ്മുടെ ഒരു കോളേജ് ഡേയ്സിൽ ഇടുന്നത് അതായിരിക്കും നമ്മൾ ജീവിതകാലം മൊത്തം ഇടാൻ പോകുന്നത്. അതങ്ങനെ അതിൽ മറ്റേ മമ്മൂക്കായൊക്കെ പോലെയുള്ള കിടിലങ്ങൾ മാത്രം, അല്ലാതെ നമ്മുടെ സാധാരണക്കാരെല്ലാം നമ്മൾ എന്താണ് ഇട്ട് ശീലിച്ചത് അതായിരിക്കും നമ്മൾ കംഫർട്ടബിൾ. അപ്പം പുതിയ ജനറേഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ ഡ്രസ്സിങ് സ്റ്റൈലേ ഡിഫറെൻറ്റ്, ഈ ഓവർ സൈസ്ഡ് അങ്ങനെ ഇങ്ങനെ. അപ്പം നെക്സ്റ്റിൽ തന്നെ കുറേ കസ്റ്റമേഴ്സ് വന്നിട്ട് പറയും ഇതെനിക്ക് ഭയങ്കര വലുത് എന്ന് പറയും. പക്ഷെ അത് അപ്പം നമ്മൾ പറയുന്നത് സാർ അത് വലുതാണ് അതിൻ്റെ സ്റ്റൈല്, പക്ഷെ അവർക്കത് ക്ലിക്കാവില്ല. അപ്പം പുതിയ ജനറേഷൻ അതാണ് ഇടുന്നത്. അപ്പം നമ്മുടെ കടയിൽ ആദ്യം ട്രഡീഷണൽ ക്ലോത്തിങ് മാത്രമായിരുന്നില്ല. അപ്പോൾ ഈ പിള്ളേർ വരും. അപ്പം നമുക്ക് ഈ ഓവർസീസ് കസ്റ്റമറൊക്കെ ഉണ്ട്, ഈ അമേരിക്കയിൽ നിന്നൊക്കെ വെക്കേഷൻ വരുന്ന അങ്ങനത്തെ. അപ്പോൾ ഈ പിള്ളേർക്ക് നമ്മുടെ കടയിൽ എടുക്കാനൊന്നും എല്ലാവരും മൊബൈലിൽ നോക്കി ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഈ പേരൻസിൻ്റെ കൂടെ വരുന്ന കുട്ടികളാണെങ്കിലും അപ്പോഴത്തേക്ക് ഞാൻ ഈ പിള്ളേർ എന്താണ് ഇടുന്നത് എന്ന് ഞങ്ങൾ ഒബ്സർവ് ചെയ്യാൻ നോക്കി. എന്നിട്ട് അവരെന്താണ് ഇടുന്നതെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഈ സാധനം എവിടെ നിന്ന് നമുക്ക് സോഴ്സ് ചെയ്യാമെന്ന് കണ്ടുപിടിച്ച് അങ്ങനെ ഞങ്ങളെ തപ്പി കൊണ്ടുവന്ന് സ്റ്റാർട്ട് ചെയ്താണ് നെക്സ്റ്റ് ബൈ സൗത്ത് ലൂം എന്ന് പറയുന്നത്. അടിപൊളി. ഇപ്പൊ അങ്ങനെ ജെൻസിക്കും നമ്മുടെ സേവനം കിട്ടി. ഇനിയിപ്പോ എന്താ അടുത്തത്? ഡിസംബർ ആണ് നിങ്ങളുടെ ഓരോ സ്റ്റെപ്പ് വെക്കുന്നത്. അപ്പോ എനിക്ക് നിങ്ങളുടെ സ്റ്റോറി കേൾക്കുമ്പോഴൊക്കെ ഓരോ സ്റ്റെപ്പ് വെക്കുന്നത് ഡിസംബറിലാണ്. അപ്പൊ ഇത് അടുത്ത ഡിസംബർ എത്താൻ പോകുന്നു. എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്താ വെക്കാൻ പോകുന്നത്? നമ്മുടെ സാറേ ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ എക്സ്പാൻഷൻ. ഞാനൊരു ബിസിനസ് എന്നുള്ള പെർസ്പെക്റ്റീവ് നമ്മൾ പറഞ്ഞാൽ എപ്പോഴും നമുക്ക് എടുത്താൽ പൊങ്ങാത്ത എടുത്ത് തലയിൽ വെച്ചാലേ ഇത് അടുത്ത ലെവലിലോട്ട് പോകുന്നതാണ്. എനിക്ക് എപ്പോഴും ഒരു മോട്ടിവേഷൻ അങ്ങനെ, നീനും അങ്ങനെ. ഇപ്പം നമുക്ക് എടുത്താൽ ലോൺ അടയ്ക്കാൻ പറ്റുമോ, ഇപ്പം ഈസിലി നമുക്ക് അടയ്ക്കാൻ പറ്റുന്ന ഒരു EMI ആണെങ്കിൽ അതടയും. നമുക്ക് അടയ്ക്കാൻ പറ്റുമോ എന്നൊരു കൺഫ്യൂഷൻ ഉള്ളൊരു ലോൺ നമ്മൾ എടുക്കുമ്പം നമ്മൾ കുറച്ചും കൂടെ വർക്ക് ചെയ്യും. അപ്പോൾ എപ്പോഴും നമ്മൾ അങ്ങനെയാണ് സൗത്തിൽ. അപ്പം ഇപ്പോൾ ഈ പുതിയൊരു ഷോറൂമാണ് നമ്മൾ ഈ ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇതുവരെ നമ്മൾ എടുത്തതിലുള്ള ഏറ്റവും വലിയൊരു പ്രോജക്റ്റാണ്. മൊത്തത്തിൽ 7 ഫ്ലോർസ് ഉണ്ട്. അതിൻ്റെ അകത്ത് 5 ഫ്ലോർസോളം നമുക്ക് ഷോറൂം വരുന്നുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ ഇതുവരെ എടുത്തൊരു സൗത്ത് ലൂമിൻ്റെ ഒരു ബ്രാഞ്ചായിട്ട് നമ്മൾ ഉള്ളൂർ ആക്കുളം റോഡ്, ട്രിവാൻഡ്രംകാർക്ക് അറിയാം, ലുലു മോളിൽ നിന്നൊക്കെ ഒരു 1.5 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സ്ഥലത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്.
അപ്പം അതൊരു വലിയ പ്രോജക്റ്റ് ആണ്. ഞങ്ങളെ കൊണ്ട് ഇത് പറ്റുമോന്ന് തന്നെ ഞങ്ങൾക്ക് അറിയാം. നിങ്ങളെ കൊണ്ടേ പറ്റൂ, ഇത് ഉറപ്പാണ്. ഇത് ഈ ഇന്റർവ്യൂ കാണുന്നവർക്ക് മനസ്സിലാവും, നിങ്ങളെ കൊണ്ടേ പറ്റൂ. എന്തായാലും ഒരുപാട് കസ്റ്റമേഴ്സിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഈ കടയിൽ കഴിഞ്ഞ ഓണം ഒക്കെ ആയപ്പോ തന്നെ അത്യാവശ്യം നല്ല തിരക്കൊക്കെ വന്ന സമയത്ത് ഇതുപോലെ ഞങ്ങൾക്ക് അപ്പോഴാണ് ഒരു കോൺഫിഡൻസ് വന്നത്. ഈ ഓണത്തിന് ആക്ച്വലി ദൈവം സഹായിച്ചത് നല്ല ഒരു ടച്ച് വുഡ് നല്ല പോലെ പോയി. അതായത് ഞാൻ കടയുടെ ഫ്രണ്ടിൽ തന്നെ എപ്പോഴും നിൽക്കും. ഈ ഓണത്തിന് കസ്റ്റമേഴ്സ് വരുമ്പോൾ നമ്മൾ ഗ്രീറ്റ് ചെയ്യുന്നതിന്റെ കൂടെ ഞാൻ എപ്പോഴും ഓണ സമയത്ത് നിൽക്കും. ഞാനും നീനും എൻ്റെ അകത്ത് കിടന്ന് ഓടും, ഫുള്ള് ഓടും. അപ്പം ഞാനാണ് തന്നെ ഹലോ. അപ്പോൾ ഈ വരുമ്പം ഈ ഓണത്തിന് ഒരു 2 ദിവസം അത് നമ്മൾ എന്താണ് അല്ലാതെ പറയുന്നില്ല, കസ്റ്റമേഴ്സിന് വന്ന് കടയിൽ കയറാൻ പറ്റാതെ അവർ പോയിട്ടുണ്ട്. അത്രയ്ക്ക് തിരക്കായി. അപ്പം അത് നമുക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ആയിരുന്നു. അപ്പം അടുത്ത വർഷം നമ്മൾ ഇതിൽ നല്ലൊരു വലിയൊരു സ്പേസിലോട്ടും ഒരു ബ്രാഞ്ചും കൂടെ സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ഇതൊരു നെഗറ്റീവ് ആവും. ആളുകൾ പറയും ഓ ആ കട തിരക്കാണ്, അവിടെ പോയി കഴിഞ്ഞാൽ ക്രാംഡ് ആണ്. അപ്പൊ അങ്ങനെ പറയാൻ പാടില്ലല്ലോ. അപ്പൊ ആ ഒരു കോൺഫിഡൻസിലാണ് നമ്മൾ പുതിയ അടുത്തൊരു നമ്മുടെ പുതിയ സ്ഥാപനത്തിന്റെ പേര് സൗത്ത് ലൂം തന്നെ. സൗത്ത് ലൂം തന്നെ അതിന്റെ വേറെ ബ്രാഞ്ച് ആണ്. സൗത്തിൽ ഈ നെക്സ്റ്റ് ഒക്കെ ആഡ് ചെയ്യുന്നത് നെക്സ്റ്റും ഇതിന്റെ അകത്ത് വരും. ഇതൊരു വലിയ ഷോറൂം. അപ്പൊ അതിനകത്ത് നെക്സ്റ്റ് പട്ടുസാരിയുടെ ഹാൻഡ്ലൂമിന്റെ എല്ലാ ഫ്ലോർ ആയിട്ട് എല്ലാം വരും. കുട്ടികളുടെ തൊട്ട് എനിക്കറിയാം. കുറച്ചാൾ കഴിയുമ്പോ അതിനകത്ത് എല്ലാം വരും, ബെഡ് വരും, വരും. നിങ്ങൾ യാത്ര ചെയ്യുന്ന എല്ലാം ഞങ്ങള് വിദേശത്ത് ഈ ആർക്കേഡ് ഗെയിം കളിക്കുമല്ലോ. പണ്ട് എറണാകുളത്തൊക്കെ ഉണ്ട് പവർ പ്ലാന്റ് എന്നും പറഞ്ഞു വൈറ്റ് ഫോർട്ട് ഹോട്ടലിന്റെ. അപ്പൊ നീയുടെ ഞങ്ങൾ എവിടെ പോയി ഇതിന് നമുക്ക് ഒരു ഫ്ലോർ മൊത്തം ഇടാൻ ചിലതൊക്കെ കാണുമ്പോ നമുക്കൊരു ആഗ്രഹം. നല്ല ഐഡിയ കേട്ടോ. പിള്ളേര് കസ്റ്റമറുടെ കൂടെ ഐഡിയകളൊക്കെ നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത ഫെസ്റ്റിവൽ സീസൺ വരുന്നുണ്ട്. ഈ ഒരു സീസൺ സെയിലുകൾ നമുക്ക് കൂടുതലായിട്ട് നടക്കുന്നതല്ലേ, അപ്പം അതിനുള്ള സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ നേരത്തെ ചെയ്തു തുടങ്ങും. എത്ര മുമ്പ് ചെയ്തു തുടങ്ങും? ഒരു 1 month മുമ്പെങ്കിലും. അതിൽ വേറൊരു ടെസ്റ്റ് ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു സീസണിന് മുമ്പേ അതുപോലൊരു ഡൗൺ ടൈം ഉണ്ട്. സത്യം പറഞ്ഞാൽ നമുക്കൊരു ഈ കേരളത്തിലാണെങ്കിൽ ഇപ്പോൾ ഓണം പീക്ക് സീസണാണ്. അത് കഴിഞ്ഞ് ഈ കന്നി തുലാമാസം വരും. അപ്പോൾ കല്യാണങ്ങളൊന്നുമില്ല. അപ്പം വളരെ ബിസിനസ് ഡൗൺ ആവും. പക്ഷെ നമുക്ക് അടുത്ത ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ പിടിക്കണമെങ്കിൽ ഈ സീസൺ ഓഫ് സീസണിൽ വേണം നമ്മൾ പ്രൊക്യൂർമെന്റ് ചെയ്യാനും നെയ്ത്ത് നടക്കുന്ന എല്ലാം ആ സമയത്ത് ചെയ്യണം. പക്ഷെ ആ സമയത്ത് പൈസ ഇല്ല, കാരണം ബിസിനസ് നടക്കില്ല. അതൊരു ഭയങ്കര പാടാണ്. ഇതുപോലെയാണ് നമുക്ക് തിരുവനന്തപുരത്തിന്റെ ഇത് പറയുകയാണെങ്കിൽ ക്രിസ്മസ് ന്യൂ ഇയർ കഴിഞ്ഞാൽ നമുക്ക് ആറ്റുകാൽ പൊങ്കാല വരും. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് വിഷു വരും. പിന്നെ ഇടയ്ക്ക് ഈദ് വരും, പെരുന്നാൾ വരും. അപ്പൊ അതാണ് ഇനി ക്രിസ്മസ് കഴിഞ്ഞാൽ അങ്ങനെയാണ് പോകുന്നത്. ഇതിന്റെ ഇടയ്ക്ക് ഈ വിഷുവിന്റെ മുമ്പേ ഇതുപോലൊരു ഡൗൺ ഉണ്ട്. ഈ ആറ്റുകാൽ പൊങ്കാലയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഡൗൺ. പിന്നെ വിഷുവും ഈദും വരുമ്പോൾ ഇത് കയറും. പക്ഷെ ആ സമയത്ത് സെയിലില്ല, സാധനം എടുക്കണം. അപ്പോഴാണ് നമ്മുടെ ഈ പറയുന്ന പോലെ സപ്ലയേഴ്സിന്റെ കാര്യം നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. നെയ്ത്തുകാരും നമ്മുടെ സപ്ലയേഴ്സും നമ്മളെ സപ്പോർട്ട് ചെയ്ത അടിപൊളി ഒരു ലൈൻ ഓഫ് ആളുകളുണ്ട്. അതായത് ആദ്യം നമ്മൾ എടുക്കുന്ന ആളുകളുടെ അടുത്ത് നമ്മൾ ഇപ്പോഴും എടുക്കും. അത് സത്യം പറഞ്ഞ ഒരു കടപ്പാട് ആണ്, മനസ്സിലായ. കാരണം അവരോട് നമ്മൾ കടപ്പെട്ടിരിക്കുകയാണ്. കാരണം കുഴപ്പമില്ല, പൈസ പിന്നെ തന്നാൽ മതി, സാധനം കൊണ്ടുപോയിക്കോ എന്ന രീതി നമ്മളെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് സപ്ലയേഴ്സ് ഉണ്ട്. അത് കേരളത്തിലും ഉണ്ട്, കേരളത്തിന്റെ വെളിയിലും ഉണ്ട്. കാരണം നോർത്ത് ഇന്ത്യയിലും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർക്കറിയാം ഇവരുടെ കൊടുത്ത സാധനം സേഫാണ്, പൈസ കൃത്യമായിട്ട് തിരിച്ചവർ തരും എന്നുള്ള. അപ്പോൾ അങ്ങനെയുള്ള ഒരു കൂട്ടം സപ്ലയേഴ്സും അല്ലെങ്കിൽ നെയ്ത്തുകാരും നമ്മുടെ കൂടെ നിന്നതും നമുക്കൊരു വലിയ ബെനിഫിറ്റ് ആയിരുന്നു ആദ്യകാലം തന്നെ. അപ്പോൾ ഈ സീസണ് മുമ്പേ പ്ലാൻ ചെയ്ത് പ്രൊക്യൂർ ചെയ്യുക, അത് കറക്റ്റ്. ഇപ്പം ഓവർ സ്റ്റോക്ക് ആയി പോകാൻ പാടില്ല. ട്രെൻഡ് ഇങ്ങനെ മാറില്ല. ഇപ്പൊ ഈ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവരും കൂടെ ഒരു ഫോട്ടോ ഇടും വിഷുവിന്. ഈ സാരിയോ മുണ്ടോ ഒരിക്കലും ഓണത്തിനിടാൻ പോകുന്നില്ല. ഓണത്തിന്റെ ഫോട്ടോ വരുമ്പോൾ ലുക്ക് മാറണം. അപ്പം ബഡ്ജറ്റ് റേഞ്ചിലാണ് എല്ലാവരും ഇപ്പൊ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പം ഹൈ എൻഡ് സാധനങ്ങൾ വെഡ്ഡിങ്സിന് മാത്രമേ സത്യം പറഞ്ഞാൽ ഇപ്പൊ ആളുകൾ എടുക്കും. അല്ലെങ്കിൽ അത്ര അഫ്ലുവൻ്റ് ആയിട്ടുള്ള ആളുകൾ മാത്രമേ. ഇപ്പം സാധാരണക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കൊരു 800, 900, 1000, 999 അതാണ് 999 ആണ് സ്വീറ്റ് സ്പോട്ട്. അപ്പം 999 എല്ലാവർക്കും അഫോർഡബിൾ ഒരു പ്രൈസാണ്. അപ്പം അത് മേടിക്കുന്നു, ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഫോട്ടോ എടുക്കുന്നു, കോളേജിൽ പോകുന്നു, അത് കഴിഞ്ഞ് ഇത് മാറ്റി അടുത്ത സാധനം വരും ഓണത്തിന്. അപ്പം ആ ഒരു അഫോർഡബിലിറ്റി കീപ്പ് ചെയ്യുക, ട്രെൻഡ് കീപ്പ് ചെയ്യണം, ഓവർ സ്റ്റോക്ക് ആകാൻ പാടില്ല, ഫിനാൻസസ് കറക്റ്റ് ചെയ്യണം. ഇത് ആണ് ഫൈൻ ട്യൂണിങ്. എന്തായാലും എല്ലാം അടിപൊളിയായിട്ട് മുമ്പോട്ടെ. ഇനി ഒരൊറ്റ കാര്യം ചോദിക്കാനുള്ളത് അശ്വമേധത്തിന്റെ കാര്യമാണ്. ആ സീറ്റിലിരിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ എന്തായിരുന്നു? ഞങ്ങള് ഇങ്ങനെ ഒരാളെ ഓർത്ത് ചിന്തിച്ചിട്ടാണല്ലോ പോയത്. അപ്പൊ പുള്ളി സൂപ്പറാണ്, സാർ എന്തായാലും കണ്ടുപിടിക്കും. പിന്നെ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ സാറിനോട് ഇതുള്ളതോ ഇഷ്ടമുള്ളതോ ഉണ്ട്.
നമ്മൾ മറ്റേ ജയിക്കണം എന്നുള്ള മെന്റാലിറ്റിയോട് കൂടി അല്ല നമ്മൾ just a- അതെ. അപ്പൊ ആ പോവാ ഒരു എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളതായിരുന്നല്ല. നിങ്ങൾ ആരെയായിരുന്നു മനസ്സിൽ വിചാരിച്ചത്? ഞങ്ങള് ബോബ് മാർലി. എന്തായാലും വളരെ രസകരമായിട്ട് പോകുന്ന എന്താ പറയാ ഒരു സ്ഥാപനവും അതിന്റെ ഓണേഴ്സും, എനിക്ക് അങ്ങനെ തന്നെ പറയാം. നീ സെലിബ്രിറ്റീസ് കടയിൽ വരുമ്പോഴും രസമാണ്. നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ നോക്കി റാൻഡം നോക്കുമ്പോഴായിരിക്കും കാണുന്നത്. മല്ലിക സുകുമാരൻ മാഡം ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. പിന്നെ നമ്മുടെ വീണ ജോർജ് മിനിസ്റ്റർ വന്നിട്ടുണ്ട്, പിന്നെ നമ്മുടെ ഡയറക്ടർ രഞ്ജിത്ത് സാർ വന്നിട്ടുണ്ട്, ശ്യാം പ്രസാദ് സാർ വന്നിട്ടുണ്ട്, നവ്യ നായർ നവ്യ നായർ മാഡം. ഒരു കസ്റ്റമർ കോംപ്ലിമെന്റ് പറയാമോ? ഏതെങ്കിലും ഒരു കസ്റ്റമർ നമ്മളോട് പറയും, ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാവും, അതിൽ മറക്കാൻ പറ്റാത്തെന്തെങ്കിലും? ഏറ്റവും കസ്റ്റമർ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കടയിൽ വരുമ്പോൾ ഒരു പോസിറ്റിവിറ്റി എന്നാണ്. ഇപ്പം ഞാനും നീനും ഇപ്പോൾ ചിരിയുടെ കാര്യത്തിൽ ഞങ്ങൾ സാർ ആദ്യം പറഞ്ഞ പോലെ ചിരി നമുക്കൊരു നമ്മൾ ഈ ട്രാവൽ ചെയ്യുമ്പോഴും ഒക്കെ നമ്മളിപ്പോൾ ഏത് സ്ഥലത്ത് പോകുമ്പോഴും ഒരു ചിരിയോടുകൂടി ഒരു കസ്റ്റമറിനെ നമ്മൾ വെൽക്കം ചെയ്ത് സംസാരിച്ച ഒരു ജോളിയായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ പ്രോഡക്റ്റിൽ എന്തെങ്കിലും ഒരു പോരായ്മ വന്നാലും അവർ എന്തായാലും നമ്മുടെ എന്താ മറ്റേ ആറ്റിറ്റ്യൂഡും ബന്ധം ഓർക്കും. അപ്പോൾ അതാണ് എല്ലാ കസ്റ്റമറും എപ്പോഴും പറയാറുള്ളത്. നിങ്ങളുടെ കടയിൽ വരുമ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷമാണ്. ഇപ്പം നമ്മുടെ ടീം മെമ്പേഴ്സ് ആണെങ്കിൽ പോലും അവരും എല്ലാം അതുപോലെയാണ്. എല്ലാവരും ഭയങ്കര അടിപൊളിയാണ്. ഇപ്പം ഇന്ന് രാവിലെ തന്നെ നമ്മളെ വിളിച്ചിട്ട് ഒരാൾ പറയുവാണ്, സാർ ഇനി തൊട്ട് ഞാൻ ഇത്രയും രൂപയുടെ സാധനം ഞാനായിട്ടൊരു ദിവസം വിൽക്കും. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞിട്ടല്ല, മനസ്സിലായി. നമ്മുടെ ഒരു ഫ്ലോറിലെ ഒരു ടീം മൊത്തം അവർ ഡിസൈഡ് ചെയ്യാണ്, ഞങ്ങൾ എല്ലാവർക്കും ഇത്രയും ടാർഗറ്റ് വെച്ച് സെറ്റ് ചെയ്യാണ്, ഞങ്ങൾ ഇത്രയും സെയിൽ കൊണ്ടുവരും. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും, നമ്മുടെ പുതിയ കടയുടെ പണി നടക്കുക, പൈസയൊന്നും ഇല്ല, നിങ്ങളൊന്ന് സെറ്റ് ചെയ്ത് തരണമെന്ന് പറയും. അപ്പം അവരായിട്ട് മനസ്സിലാക്കിയാണ് അത് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു കിടിലം ടീം നമുക്കുണ്ട്. അപ്പം ആദ്യം നമ്മൾ ഞാനും നീനും പിന്നെ ഒരാളുണ്ടായിരുന്നു, പിന്നെ അത് 2ആയി 3ആയി, ഇപ്പം നമുക്കൊരു വലിയ ടീമുണ്ട്. നെക്സ്റ്റിലും സൗത്ത് ലൂമിലും കൂടെ, പിന്നെ നമ്മുടെ ഓൺലൈൻ സെക്ഷൻ ഹാൻഡിൽ ചെയ്യുന്നതിന്. അപ്പോൾ എല്ലാവരും ഇപ്പം നമ്മളൊരു 10 ദിവസം ഇല്ലെങ്കിൽ പോലും, ഇതുപോലെ യാത്രയിലാണെങ്കിൽ പോലും ടെൻഷനില്ല. ചില ഓബ്വിയസ്ലി നമ്മുടെ എന്താണ് സ്ഥാപനങ്ങളിലൊക്കെ ഉള്ളതുപോലെ പൊട്ടലും ചീറ്റലും ഒക്കെ നടക്കും, സ്വാഭാവികം. അല്ലാതെ നമ്മുടെ ടീം അടിപൊളിയാണ്. അത് നമ്മുടെ ഒരു വലിയ അസറ്റാണ്. അത് എല്ലാ കസ്റ്റമേഴ്സും പറയാറുണ്ട്. ചിലർ ഫോൺ ചെയ്ത് പറയാറുണ്ട്, അയ്യോ എന്നെ ഇങ്ങനെ ഒരാൾ കാണിച്ചു, സാരി നല്ല ആളാ, അങ്ങനെയൊക്കെ. ഇന്നലെ തന്നെ നമ്മുടെ ഒരു മിനിഞ്ഞാന്ന് ഒരു സ്റ്റാഫ് പുള്ളിക്കാരി ഹയർ സ്റ്റഡീസിനായിട്ട് പോകാൻ തന്നെ. അപ്പം നമുക്ക് സങ്കടമാണ് പുള്ളിക്കാരി പോകുന്നത്. അപ്പം ഈ പുള്ളിക്കാരിയായിട്ട് അപ്പം നമ്മളൊരു യു ആർ ആസിഡ് ടു ആ കമ്പനി എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇട്ടെ. അപ്പം അതിൻ്റെ അകത്ത് കസ്റ്റമേഴ്സ് കമൻറ്റ് ചെയ്യുന്നു, പുള്ളിക്കാരി നല്ലതായിരുന്നു, ഇത്രയും നല്ല പോസിറ്റീവ് ഒരു സ്ഥാപനത്തിൽ കിട്ടുന്നത് നിങ്ങളുടെ. അപ്പം നമുക്ക് തന്നെ അത്ഭുതമായി, മനസ്സിലായി. അപ്പം നമ്മളിത് കാണുന്നില്ലല്ലോ ഓൺ എ ഡെയിലി ബേസ്, പക്ഷെ കസ്റ്റമർ കമൻറ്റ് ചെയ്യുമ്പോൾ അപ്പം അതൊക്കെ നമുക്ക് ചിലരൊക്കെ ചോദിക്കുക എവിടെയാ പുള്ളിക്കാരി പഠിക്കാൻ പോകുന്നത്. അപ്പം അവർക്ക് വിഷമമാണ്. അപ്പം അത്രയും നല്ല ബന്ധമുണ്ട് നമ്മളായിട്ട്, അടിപൊളി. ഞാനതാ പറഞ്ഞത്, കസ്റ്റമറേയും കൂടി കംഫർട്ടാക്കി മുമ്പോട്ട് പോവാന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു ബിസിനസ്മാൻ എന്ന് പറയുന്നത്. എന്തായാലും അടിപൊളി. എല്ലാവരും പോസിറ്റീവായിട്ട് തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ ഒരു ദിവസം ഇവിടെ കിട്ടണമെന്ന് തന്നെ വിചാരിച്ചത്. കാരണം ഒരു സ്ഥാപനമൊക്കെ ഇത്രയും നന്നാക്കി മുമ്പോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. ഒരുപാട് മുമ്പോട്ട് പോട്ടെ, ബ്രാഞ്ചുകൾ ലോകം മൊത്തം വരട്ടെ. നമ്മുടെ സൗത്ത് ലൂമിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.